ഇറ്റ്സ് മീ ഭാരതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പം ഇന്നൊരു വേറൊരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പം ഒരു വയറ് കാണുന്നുണ്ട്, അതാണ് പ്രൊഡക്റ്റ്. അപ്പം നമുക്ക് ആദ്യയുടെ ഒരു ടോയ് നമുക്ക് റിവ്യൂ ചെയ്യണം. അപ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്, നല്ല അല്ലേന്ന് ചോദിച്ചാൽ ആണോ ഇതാണോ ആ ഒരു ടോയ്. എനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ യൂസ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മെറ്റീരിയൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ്. നമ്മൾ നോർമൽ ഒരു കുറേ ഫർഡറൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് റിയലി സോഫ്റ്റ് ആണ്. എനിക്ക് ഈ ക്ലോത്താണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം കണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതാണ് ഗൈസ്. ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്. എൻ്റെ അനിയൻ അവിടെ നിൽക്കുന്നുണ്ട്, നോ മൈൻഡ്. അപ്പം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ട്രെൻഡിങ് ആണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് അതിൻ്റെ ഒരു സ്പേസിനൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഇനി കസ്റ്റമൈസ്ഡ് കണ്ണുണ്ട്, ബട്ട് ഇങ്ങനെ ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഞാൻ ലൈറ്റ് ഓഫ് ഇറ്റ് കാണിച്ച് തരാം. യെസ് ഗൈസ്, എനിക്ക് നല്ലതൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്. വേറൊരു ഗുണമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? അയ്യോ ഇപ്പം പോയാനെ കണ്ടോ? ഇതൊരു വുഡൺ എന്ന് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലിയർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ബാറ്ററി ഒന്നുമല്ല, ചാർജിങ് ഇതാണ്. അപ്പം മുകളിൽ നോക്കുകയാണെങ്കിൽ മുകളിലും സംഭവങ്ങളുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മുകളിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് ലൈറ്റ് ഓണാക്കാം. അപ്പം ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് തന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി. അപ്പം നമുക്കിതിങ്ങനെ വെച്ചേക്കാം. ബട്ട് ചെറുതാണ് കേട്ടോ, എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ചെറുതാണ്, വലുതുമില്ല. അപ്പം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ നൈറ്റ് ലാമ്പാണ്. അഥവാ സ്റ്റഡീസിനോ അങ്ങനെയാണെങ്കിൽ തോനെ ലൈറ്റ് വേണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാന്നേ ഉള്ളൂവെന്നാണ് എൻ്റെ തോന്നൽ. ബട്ട് എനിക്കറിയത്തില്ല ഗൈസ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെയിൻ കളക്ഷൻ കാണിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ചെയിൻ കളക്ഷൻ ഗൈസ്. അപ്പം ഈ ഒരു കളക്ഷനകത്ത് ഇത് ചെയിൻ കളക്ഷനകത്ത് കണ്ട ഈ ഒരു ചെയിൻ എൻ്റെ ഫേവറേറ്റ്. ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഇതും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണ്. ഇവിടെ വെച്ചേക്കാം, ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഞാൻ മീഷോ വന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ മീഷോ എന്നിങ്ങനെ വാങ്ങുന്നത്. എനിക്ക് ഇതിൻ്റെ മുത്താണ് ഇഷ്ടപ്പെട്ടത്. വൈറ്റ് കളറുണ്ട്, ഗ്രീൻ ഉണ്ട്, പേർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡും ബ്ലാക്കും ഉണ്ട്. ബട്ട് ഞാനത് എൻ്റെ മമ്മയ്ക്കും എൻ്റെ മമ്മയുടെ ഫ്രണ്ടിനും കൊടുത്തു ഗൈസ്. ഇവിടെ വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ കാണിച്ചു തരാം. മുട്ടായുടെ കളക്ഷനാണ് ഗൈസ്. ഞാൻ മുട്ടായി എല്ലായിടത്തും ഇതിനകത്ത് ഇടും. പിന്നെ ഒരു ഹൈലൈറ്ററും കുറേ മുട്ടായിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. അപ്പം ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ലൈക്ക് എവരിവൺ നോസ് ദാറ്റ്. അപ്പം ഇതാണ് എൻ്റെ കുട്ടി മെഡിക്കിറ്റ്. അറിയാമോ നിങ്ങൾക്ക്? മെഡിക്കിറ്റ് ആയതെൻ്റെ ഒരു പാരസെറ്റമോളും ഉണ്ട്, ഒരു തെർമോമീറ്ററും ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ച് എൻ്റെ ഒരു പേപ്പറുണ്ട്, എൻ്റെ എക്സാം ബോർഡ് ഇത്. പിന്നെ ഇവിടെ എൻ്റെ ഓർഗനൈസർ ഉണ്ട്. ഒരു ഓർഗനൈസർ എൻ്റെ കയ്യിലില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ വെച്ചു ഇവിടെ. ഇതെൻ്റെ മേക്കപ്പ്, ഇതെൻ്റെ ക്രാഫ്റ്റ് ആൻഡ് സപ്ലൈസ്. ഇവിടെ അങ്ങനെ തോന്നുന്ന സംഭവങ്ങളുണ്ട്. ഞാൻ ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ട്, റിവ്യൂ വീഡിയോ. പിന്നെ കുറച്ച് ഇത്. ഇനി നിങ്ങൾക്ക് എൻ്റെ ഈ റൂം കാണിച്ചു തരാം. യെസ് ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ റൂം. ജഡ്ജ് ചെയ്യരുത്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം അവിടെ എന്തോ ഒരു ഹാങ്ങിങ് ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ ഇളക്കി മാറ്റി വെച്ചു. അത് കുരുങ്ങിപ്പോയപ്പോൾ ഞാനത് ഇവിടെയാക്കി ഗൈസ്. ഇതെൻ്റെ തൊപ്പിയാണ്, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്, അതെൻ്റെ അനിയൻ്റെ അല്ല. ഇതും പഴയതാണ്. ഇത് ഞാൻ നല്ല രീതിക്ക് തൂങ്ങി കിടക്കുന്നത്, പക്ഷേ ഇങ്ങനൊരു ഡിസൈൻ വന്നപ്പം ഇവിടെ ഞാൻ എടുത്തങ്ങ് വെച്ചു. അപ്പം ഇവിടെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ആ ഒരു പിക്ചറില്ല, അതെൻ്റെ ഫ്രണ്ട് വരച്ചെന്ന് കേട്ടോ എനിക്ക്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, വൈപ്സിൻ്റെ ആ ഒരു പാക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ എൻ്റെ ജസ്റ്റ് ഒന്ന് സോഫാണ് കേട്ടോ. ഇതെൻ്റെ ബെഡൊന്നുമില്ല, ഞാൻ ബെഡ് ഇട്ട് നിൽക്കത്തൊന്നുമില്ല. ഇതാണ് എൻ്റെ അനിയൻ്റെ ഷെൻജാൻ. ഇതാണ് എൻ്റെ ടോയ് ഉണ്ടാകുന്നതാണ്. ഇനി ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ ട്രോഫീസാണ്. ഞാൻ ട്രോഫീസ് എല്ലാം പറഞ്ഞുതരാം. അപ്പം ഒന്നാമത്തെ ട്രോഫി എന്ന് പറയുന്നത് അങ്ങറ്റം ഇരിക്കുന്നതാണ്.
എനിക്കൊരു ശെൽവമേളയ്ക്ക് ഇംഗ്ലീഷ് റെസിറ്റേഷന് കിട്ടിയ എ ഗ്രേഡിന് കിട്ടിയതാണ്. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസായിട്ട് എനിക്ക് ഡ്രോയിങ്ങിന് കിട്ടിയത്. പിന്നെ മറ്റേ ഈ 2 അത് എനിക്ക് എന്തോ റേസിന് കിട്ടിയതാണ്. അത് ഗൈസ്, അപ്പം ആ ഒരു മ്യൂസിക് ഡിസ്ട്രാക്ഷൻ ആണ്. അത് ഇവിടെ എപ്പോഴും പാട്ടിടും. ഓക്കെ, അത് 2 റേസിന് എനിക്ക്, അതായത് റണ്ണിങ് റേസിന് കിട്ടിയതാണ്. പിന്നെ അത് എനിക്ക് ഡാൻസിന് കിട്ടിയത്. അത് എനിക്ക് മലയാളം റെസിറ്റേഷന് കിട്ടിയത് ഫസ്റ്റ് പ്രൈസാണ്. അത് സെക്കൻഡ് പ്രൈസ് ഈ ഒരു ചെറുത്, അത് സെക്കൻഡ് പ്രൈസിന് കിട്ടിയത്. മറ്റേത് എൻ്റെ അനിയൻ്റെയാണ് ഗൈസ്, ഓവറോൾ ബിഗ്. പിന്നെ മറ്റേ 2 എനിക്ക് വേറെ റേസിന് കിട്ടിയത് സെക്കൻഡ് പ്രൈസ് ആയിപ്പോയി. മറ്റേത് 1 ഫസ്റ്റും 1 സെക്കൻഡുമാണ്. അത് എസ് എ റൈറ്റിങ്ങിനും പോം റൈറ്റിങ്ങും കിട്ടിയത്. പോം റൈറ്റിംഗ് ഫസ്റ്റ്, എസ് എ റൈറ്റിംഗ് സെക്കൻഡ്. പിന്നെ മറ്റുള്ളത് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഫസ്റ്റ്. അതിനാണ് ഞാൻ സബ് ജില്ലയിൽ പോകുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് ടോട്ടൽ 3 സബ് ജില്ല ഉണ്ടായിരുന്നു. യെസ് ഗൈസ്, അപ്പം എനിക്ക് 3 സബ് ജില്ല ഉണ്ടായിരുന്നു. ഒന്ന് വർക്ക് എക്സ്പീരിയൻസും പിന്നെ 1 പോം റൈറ്റിങ്ങും 1 ഇംഗ്ലീഷ് റെസിറ്റേഷൻ. അപ്പം അതിനായിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പം അത് നവംബറിൽ അങ്ങാണ്ടാണ്. സോ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ബട്ട് ആസ് വെൽ ആസ് ടെൻസ്, ബിക്കോസ് ഞാൻ എന്നിട്ട് ഇങ്ങനെ സബ് ജില്ലയിലേക്ക് പോകുന്നത്. യെസ്, ബട്ട് ആസ് വെൽ ആസ് എക്സൈറ്റഡ്. ഓക്കെ, അപ്പം ഞാൻ എക്സൈറ്റഡ് അല്ലാതെ ഞാൻ പറയുന്നില്ല. ആസ് വെൽ ആസ് ടെൻസ് ആൻഡ് ആസ് വെൽ ആസ് ഓക്കെ. അപ്പം ഞാൻ വാഷി ടേപ്പ് കാണിച്ചു തന്നു എന്ന് ഐ റിമെമ്പർ ഇറ്റ്. ബട്ട് പ്രോഡക്റ്റ് റിവ്യൂവിൽ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് എനിക്ക് ഏറ്റവും ഓവറോൾ ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയർസമാണ്. അപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ്. So that's all for today. Hope you guys enjoy this video. Please don't forget to like and subscribe. So that's all. Bye.